ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്നാണ് അതിന് ശേഷത്തെ വീഡിയോ. അപ്പോൾ ജിൻസി, എന്തുകൊണ്ട് വിശേഷം? എന്താ പരിപാടി? രാവിലെ ഇതെന്താ ഉണ്ടാക്കുന്നത്? മജ്ബൂസ് നമ്മള് പിള്ളേർക്ക് വേണ്ടി മാത്രം ഈസി ആയിട്ട് ഉണ്ടാക്കുക. ശരിക്കുള്ള അറബികൾ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല, ഈസി ആയിട്ടൊരു മജ്ബൂസ്. മജ്ബൂസിന്റെ കൂടെ എന്താണ്? ചട്നി ഉണ്ടോ? ടൊമാറ്റോ ചട്നിയും പിന്നെ പുതിന ചട്നി. ഇപ്പൊ തുടങ്ങിയതുള്ളോ? ഇനി എന്താ? റൈസ് ഇനി റൈസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. റൈസും കൂടി ഇട്ട് മിക്സ് ചെയ്ത്. പക്ഷെ ഒരു സംഭവം ഇല്ല, ഉണക്കനാരങ്ങയില്ലേ, അതില്ല. പക്ഷെ അത് ഞാൻ ജസ്റ്റ് നമ്മുടെ നാരങ്ങ വെച്ച് അഡ്ജസ്റ്റ്, പച്ച നാരങ്ങ വെച്ചിട്ട് ചെയ്ത്. ഇതിനുള്ള മജ്ബൂസിന് മസാല ഉണ്ടേ? മസാലയൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അത് ഖത്തറിന്ന് ഷിജോയെ കൊണ്ട്. പിന്നെ കഴിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ കഴിക്കുന്നില്ല, പിന്നെ കഴിക്കാം. ഇപ്പൊ ഡയറ്റാ. കഴിക്കണമെന്നുണ്ട്, പക്ഷെ വേണ്ട. അപ്പം ഇന്നലത്തെ ബിരിയാണി എങ്ങനെയുണ്ട്? ഇന്നലത്തെ മജ്ബൂസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലത്തെ നല്ല മജ്ബൂസ് ആയിരുന്നു. അതിന്റെ എല്ലാവരും കഴിച്ചവർ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര റിവ്യൂ ആണ്. നീ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണം. നീ പറഞ്ഞ് ഇത് ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. ലൈറ്റ് എന്ന് ഉദ്ദേശം എന്ത്? ഇതിനകത്ത് എന്തൊക്കെ ഇട്ട്? ഇപ്പൊ ഇതിനകത്ത് ഞാൻ ചിക്കൻ ഇല്ലേ, ആദ്യം മജ്ബൂസിന്റെ പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങാതിരിയൂടെ പിഴിഞ്ഞ് കുറച്ചു നേരം വെച്ചിട്ട് ക്യാപ്സിക്കം, പിന്നെ കുറച്ച് മിന്റ് ലീവ്സും, കുറച്ച് അതിന്റെ പേരെന്താ, കൊറിയാണ്ടർ ലീവ്സും, കൊറിയാണ്ടർ ലീവ്സ്, കുറച്ചൊരു ഹാഫ് ഉള്ളി, ഹാഫ് സവാളയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുക. അപ്പൊ ഇത് നന്നായിട്ട് വെന്ത് ഇതിനകത്ത് വെള്ളമൊക്കെ ഇറങ്ങുമ്പം ഇത് കുറച്ച് ഒരു എന്താ പറയുക ഗ്രേവി പോലെ കിട്ടും. അപ്പൊ ആ ഗ്രേവി എടുത്തിട്ട് ഞാൻ പിന്നെ റൈസ് ഇടും. പിന്നെ ഞാൻ ഈ ചിക്കൻ എല്ലാം മാറ്റി ഒന്നും കൂടെ കുറച്ചാൾ വറക്കും. അപ്പൊ നമ്മൾ ഈ അറബിക് ഫുഡ് മിസ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ അടുത്ത അറബിക് റെസ്റ്റോറൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് പണ്ട് ഇവിടെ UK ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ ബ്രദറിനോട് പറഞ്ഞതാണ് എന്തുവാ ഇതുപോലെ മജ്ബൂസ് മസാല കൊണ്ടുവരണം. അപ്പൊ അതിപ്പോ കുറച്ചാൾ ഉപയോഗിച്ചില്ല, അതിപ്പോ യൂസ് ചെയ്തില്ല. ഒരു വർഷത്തോളമായി എടുത്തില്ല. പരീക്ഷിക്കാൻ നോക്കിയപ്പോ സക്സസ് ആയി. അറബിക് ഫുഡ് എന്റെ ഫേവറേറ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറബിക് ഫുഡ്. അപ്പം ഹോട്ടലിൽ പോയി കഴിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ഒരു ഇത് കഴിക്കാം. ഇവിടുന്ന് സിഡ്നി, മെൽബൺ അങ്ങനെയുള്ള അടുത്ത് സ്ഥലങ്ങളേ ഉള്ളൂ നല്ല അറബിക് റെസ്റ്റോറന്റ് ഉള്ളു. നെയ്യ് ഇല്ലല്ലോ, നമുക്ക് ഹെൽത്തിയുമാണ് കഴിക്കാൻ. ഹെൽത്തി അല്ല, ഒരിക്കലും ഹെൽത്തിയാന്ന് പറയുന്നില്ല, പക്ഷെ നമുക്ക് മറ്റേനെ കമ്പയർ ചെയ്യുമ്പോ എന്തായാലും ഹോം മെയ്ഡ് ഫുഡ് എന്ന് പറയുമ്പോ അത് വേറെ ഇതാണ്, ഹെൽത്തി ആയിരിക്കുമല്ലോ. പിന്നെ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അല്ല, ഇന്നലെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു, അവർക്കെല്ലാം ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് ജിൻസിയുടെ മജ്ബൂസിന് കിട്ടുന്നത്. അപ്പൊ ഞാന് ഇന്ന് ഉണ്ടാക്കാന്ന് വെച്ചത്. അപ്പൊ ഇന്നലത്തെ ടൊമാറ്റോ ചട്നിയും പുതിന ചട്നിയും കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടമാണല്ലോ, പിന്നെ കുറച്ച് ചിക്കൻ ആഡ് ചെയ്ത് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ടാ പെട്ടെന്ന് ചെയ്തത്. ഇത് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന കാണിച്ചു തരാം. ഇപ്പൊ കുറച്ച് നേരമായി ജിൻസി മജ്ബൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നോക്കട്ടെ. എന്തായി മജ്ബൂസ്? എവിടെ വരെയായി? ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചിക്കൻ ഇനി കുറച്ച് വറക്കാൻ പോവാം. ഈ ചിക്കൻ എടുത്ത് വറക്കുവോ? ഇത് എല്ലില്ലാത്ത ചിക്കൻ. ശരിക്കും ഇങ്ങനൊന്നും അല്ല ഉണ്ടാക്കണ്ടേ, ഞാൻ ജസ്റ്റ് പിള്ളേർക്ക് ഉണ്ടാക്കാം. ഇത് സിമ്പിളാ ഹമ്പിളാന്ന് പറഞ്ഞിട്ട് ഇത് ഭയങ്കര ഇതാണല്ലോ. എനിക്ക് ഡയറ്റാ, ഇതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. ഇതാ പറയുന്നത്, നമ്മളെ കുറച്ച് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. കുറെ അധികം കഴിച്ചു ലൈഫില്. അതെ, അതുകൊണ്ടിപ്പം കുറച്ച് വണ്ണം കുറയ്ക്കാന്ന് വിചാരിച്ചു. അതിൻ്റെ ഒരു ഇതിലാണ്. നല്ല മണവും സംഭവം ഉണ്ടാകും. മസാല സൂപ്പർ സംഭവം കേട്ടോ, മജ്ബൂസ് മസാല. പിന്നെ 5 ദിവസം ഓഫാണ്. ഓഫിൻ്റെ ഒക്കെ ഇടയ്ക്കുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ. ഓഫ് കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ എന്തിനുമാണ് ഒരു വിനോദങ്ങൾ. ഓഫ് കിട്ടി കൂടുതൽ ആഘോഷിച്ചോണ്ടാണ് ഇപ്പോൾ ഡയറ്റ് എടുക്കേണ്ടി വന്നത്. അതൊന്നും ഓർമ്മിപ്പിക്കല്ലേ പ്ലീസ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഉണ്ടായ കുറച്ച് പച്ചമുളകാണ്.
അത് ഉണ്ടായപ്പോൾ നമുക്ക് കുറച്ച് തന്നു. അത് ഉള്ളത് ഓണം പോലെ അത് കിട്ടിയത് ഭയങ്കര സന്തോഷം. സൂപ്പറാണ്. അത് പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ചിരിക്കും. പൊന്നുപോലെ സ്വർണം പോലെ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ് അത്. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യാനെന്താ ഇങ്ങനെ ഓരോരുത്തർ അതിൻ്റെ നിന്ന് നമ്മൾ അതിൻ്റെ നിന്ന് കുറച്ച് ഇത് എടുത്തിട്ടുണ്ട്. എന്താന്ന് പറയുന്നത് അതിൻ്റെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത്രത്തോളം റെൻ്റ് ഹൗസ് ആയതുകൊണ്ടാണ് നമുക്കിത് എടുത്ത് നമുക്ക് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകണം. അതുകൊണ്ടാണ് പിന്നെ ഒരു മടി. സ്വന്തം വീടാതെ നമുക്ക് അത് ഉണ്ടാക്കുന്നതിനൊന്നൊരു ഇതില്ലായിരുന്നു. ഞാനിവിടെ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. എന്താണ് മജ്ബൂസ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? എനിക്ക് എന്താ ഇഷ്ടമല്ലാത്ത ഞാൻ എല്ലാം കഴിക്കും. ചിക്കൻ്റെ എല്ലാം പോവും. ചിക്കൻ മാത്രമേ ഉള്ളൂ, ബീഫ് കഴിക്കത്തില്ലേ? ബീഫ് ഞാൻ കഴിക്കും, ഇഷ്ടമാണ്. പക്ഷേ എന്നാലും അത്രയില്ല. ഒരു ഉള്ളിനുള്ള പേടിയല്ല, എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. ഈ നാരങ്ങ അത് ചെറുക്കാൻ വെച്ചേക്കുന്നത് ഉണക്കനാരങ്ങ ഇല്ലാത്തോണ്ട് ഇതായാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മ വീട്ടിലല്ലേ കഴിക്കുന്നത്. ഇതിനകത്ത് ഈ കാണുന്നവരാരെങ്കിലും കുക്കിംഗ് എക്സ്പേർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മജൂസിനെ കണ്ടിട്ട് ഇങ്ങനാണോ ഇതൊന്നും ചോദിച്ചേക്കല്ലേ. ഇത് ജസ്റ്റ് വീട്ടിലുണ്ടാക്കുക. അതെ, വീട്ടിലുണ്ടാക്കുക, കുക്കിങ്ങിന് വേണ്ടി കാണിച്ചു കൊടുക്കുക. അല്ല അതാ പറഞ്ഞേ. അല്ല ഇങ്ങനെ ഇത് നമ്മള് ഒരു ജസ്റ്റ് നമ്മളുള്ളത് കൊണ്ട് നമ്മൾ തട്ടിക്കൂട്ടി ഒരു സിമ്പിളായിട്ട് ഒരു മജൂസ് ഉണ്ടാക്കുന്നത്. അതില് ആ ടേസ്റ്റ് ഉണ്ട് സംഭവം. നമുക്കത് പറയാം. നമുക്ക് എന്ത് കഴിച്ചാലും അതിന്റെ ഒരു ഫ്ലേവറും വരുന്നുണ്ട്. മജൂസിന്റെ ഒരു ഫ്ലേവറിനകത്തും ഉണ്ട്. പിന്നെ ടൊമാറ്റോ ചട്നി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ടൊമാറ്റോ ചട്നി, പുതിന ചട്നി ഞാൻ കഴിച്ചില്ല. ഇവര് പറഞ്ഞു എല്ലാം കൊള്ളാമെന്ന്. അല്ലെങ്കിൽ ഇതൊക്കെ ആദ്യം കഴിക്കുന്ന ആളായിരുന്നു ഞാൻ. ഇത് തിളയ്ക്കുമ്പോ ചോറിട്ട് കൊടുക്കും. അതിന്റെ മേലെ കുറച്ച് ചിക്കൻ വെക്കും. കഴിഞ്ഞു നമ്മുടെ മജ്ബൂസ്. പാവങ്ങളുടെ മജ്ബൂസ് കഴിഞ്ഞു. ആരെങ്കിലുമൊക്കെ കണ്ടിരുന്ന ചിരിക്കും, ഇതാണോ മജ്ബൂസ്? ഞാൻ പറയല്ലേ, അതിന്റെ ഒരു ഏകദേശം സിമിലർ ടേസ്റ്റ് ഉണ്ട്. അതിന്റെ മജ്ബൂസിന് ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവര് അതിനകത്തുള്ള കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ്, കുറച്ച് നെയ്യും, അതും ചിക്കനൊക്കെ അവരുടെ കുറച്ച് ബിഗ് സൈസ്. അതെ, പിള്ളേർക്ക് വേണ്ടി അവർക്ക് ഒരു പെട്ടെന്ന് തട്ടിക്കൂട്ട്. പിള്ളേർക്ക് ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതെന്നാണ്ട് അവർക്ക് മറ്റേ ചോറൊക്കെ നമ്മളിങ്ങനെ സമയം എടുക്കും. ഇതൊക്കെ ആണെങ്കിൽ അവർക്ക് തന്നെത്താനെ അവർ കഴിച്ചോളും, വലിയ ഇതുമില്ല. അതുകൊണ്ട് ഇതാണ് നമ്മുടെ മജ്ബൂസിന്റെ ഒരു കഥ. മജ്ബൂസ് നടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് എനിക്കുള്ള ഫുഡും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പച്ചില ഇതാണ് ഇപ്പം കുറച്ച് നാളായിട്ട് നമ്മുടെ ആഹാരങ്ങൾ. ഇതെന്തുവാണ് ഇതിന്റെ ഇത് എന്തോ ഇത് നല്ല സംഭവം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതിന്റെ പേരെന്തോ? സിൽവർ ബീറ്റ്സ്. സംഭവം നമ്മൾ നല്ല ഇച്ചിരി വഴറ്റിയൊക്കെ കഴിക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല കൊള്ളാം. ഒരു ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് പറ്റിയൊരു ആഹാരമാണ്. എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 2 ഇല വെച്ച് കഴിക്കാൻ നല്ലതാണ്. പിന്നെ എല്ലാ പച്ചക്കറിയും. ഇത് ഇംഗ്ലീഷുകാര് വേറെ രീതിയിലായിരിക്കും കഴിക്കുന്നത്. ഇത് നമ്മുടെ രീതിയിൽ തൽക്കാലം കഴിക്കുന്നത് നമ്മൾ. അതെ. പിന്നെ നമ്മള് ഈ പറഞ്ഞതിനോട് നമ്മൾ പുറത്തൊക്കെ ജീവിക്കുമ്പം എന്താ പറയുന്നത്, കുറച്ച് കൺട്രോളൊക്കെ ചെയ്ത് ജീവിക്കാൻ നല്ലത് അല്ലേ? അത് നമ്മൾ ഈ പുറത്തൊക്കെ ജീവിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ലൈഫ് സ്റ്റൈല് മാറിയിട്ട് എപ്പോഴും ചിക്കനും. നമ്മള് നാട്ടിലെ പോലെ അല്ലല്ലോ, എപ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ കാണും, ഒരു ഗെറ്റ് ടുഗദർ കാണും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ എല്ലാ ടൈപ്പുള്ള ആഹാരങ്ങളും കാണും. അതെല്ലാം നമ്മൾ കഴിക്കും. പിന്നെ അത് ഓർത്ത് നമ്മൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇതുകൊണ്ട് ചേർക്കുന്നുണ്ട്. ഈ ഭക്ഷണം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, കടകളിൽ ഇരിക്കുന്നുണ്ട്, നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ മേടിച്ചത് എന്താ വെച്ചാൽ കുറച്ച് പ്രോട്ടീൻ ഇതിന്റെ കൂടെ വരാൻ വേണ്ടിട്ട്. അപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. പിന്നെ അരി ഇടും. ഇത് ഏത് അരിയാണ്? ഇത് കോൾസിലെ ബസ്മതി അരിയാണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ നല്ല റൈസ് ആണ് അല്ലേ ഇത്? അങ്ങനെ നമ്മുടെ അല്ല, നിങ്ങളുടെ ചിക്കനും റെഡിയായി, നിങ്ങളുടെ മജ്ബൂസും റെഡിയായി. ആ ചിക്കൻ കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് വറുത്ത് ചെറുതായിട്ട് വറുത്തെടുക്കുള്ളൂ.
അത് ഓഫാക്കില്ലേ ഇത്? ഓഫാക്കിയിട്ടില്ല, അത് പൊക്കോണ്ടിരിക്കുക. ഇത് അടച്ചു വെക്കില്ലേ? ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, എല്ലാരും ഇങ്ങനെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് വറുത്തതിന് ശേഷം. ശരിക്കും മജ്ബൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിക്കനാണ് ഇത് അല്ലേ? വലിയ ഒരു 4 പീസാണ് മെയിനായിട്ട് അതിനകത്തിട്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതാക്കി പിന്നെ അടച്ച് ഇതുപോലെ വെക്കും. ഇതിപ്പോൾ ചെറിയ പീസ് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ വേറെ ആർക്കും ഒന്നുമില്ലല്ലോ, സ്വന്തം വീട്ടിലേക്കല്ലേ. അപ്പൊ എങ്ങനെയായിരുന്നു മുളകിന്റെ ഫ്ലേവർ കിട്ടാനായിട്ട് നമ്മുടെ ഇവിടുത്തെ ഓസ്ട്രേലിയയിലെ നമ്മുടെ വീട്ടിലുണ്ടായ മുളക്, നമ്മുടെ അല്ല. ഇത് 5-6 മുളക് വെക്കാം ഞാൻ, പക്ഷെ 2 മുളകേ വെക്കുന്നുള്ളൂ. കീരയുണ്ടോ? കീര വേണമെന്നില്ല, മുളകിന്റെ ദരിദ്രം കൊണ്ട് ഞാൻ അത്ര വെക്കുന്നു. കീര ഇട്ടാൻ കുഴപ്പമില്ല, ജസ്റ്റ് കീര നല്ല കയറും. നീ അവിടെ പിള്ളേർക്ക് കഴിക്കണ്ടല്ലോ, എനിക്ക് തന്നെ എടുക്കുക കഴിക്കാമല്ലോ. കൊടി നാട്ടി നാട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അത് അവിടെ നിന്ന് വെന്തോളൂ. ഇതിന് എത്ര മിനിറ്റ്? മിനിറ്റ് ഒന്നും ഇല്ല, ഞാൻ ഇടയ്ക്കൊന്ന് നോക്കും, അത്രേ ഉള്ളൂ. വെള്ളക്കണക്കുണ്ടോ ഇതിന്? അരിക്ക് ഇത്ര വെള്ളമുണ്ടോ? വെള്ളക്കണക്കൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കണക്കൊന്നും. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നെ നാട്ടിൽ ഞാൻ അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. എന്തായി മജൂസ് ആയോ? ശരിയായി. ഞാൻ ഓഫ് ചെയ്തായിരുന്നു. തുറന്നില്ലേ? സംഭവം വീട്ടിലായിട്ടുണ്ടല്ലോ. ഈ വെള്ളത്തിന് ഇത്ര ഉണ്ട് അതൊന്നും ഇല്ല. ശരിയായിട്ടുണ്ട്, അളിഞ്ഞൊന്നും പോയിട്ടില്ല. എനിക്ക് ഇങ്ങനത്തെ റൈസ് ഇഷ്ടം. നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന റൈസ് ഇവിടെയായിട്ടുണ്ട്. കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഓക്കെ, നമ്മുടെ പച്ചമുളക് ഇതിനിടയ്ക്ക് ഇവിടെ ഉണ്ട്. നല്ല മണവും എല്ലാം ഉണ്ട്. ഇത് നല്ല ഉണ്ട്, കണ്ടോണ്ടിരിക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് വേണം കഴിക്കാം, പക്ഷെ കഴിക്കുന്നില്ലെന്ന് വെച്ചാൽ തീരുമാനിച്ചുണ്ടോ? അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയുണ്ട്, നാരങ്ങയൊക്കെ അത് കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ മജ്ബൂസ് റെഡി ആയിരിക്കുന്നു ജിൻസിക്ക്. അങ്ങനെ മജ്ബൂസും റെഡി ആയിട്ടുണ്ട്, എന്റെ ഫുഡും റെഡി ആയിട്ടുണ്ട്. ഇതിന് ടൊമാറ്റോ ചട്നി, കുറച്ച് എന്താ പറയുന്നത്, പുതിന ചട്നി. ടൊമാറ്റോക്കകത്ത് എന്തൊക്കെ ചേർത്ത്? ഇത് ഇന്നലത്തെ കേട്ടോ. ടൊമാറ്റോക്കകത്ത് മല്ലിയില, നാരങ്ങ നീര്, ഉപ്പ്, പച്ചമുളക് ഇട്ടില്ലേ, കുറച്ച് ഗാർലിക്ക്, പിന്നെ പച്ചമുളക്. ഇതാണ് മറ്റേ പുതിന ചട്നി. ഇന്നലത്തെ കുഴപ്പമൊന്നുമില്ല. കഴിപ്പ് തുടങ്ങിയോ? അങ്ങനെ ജിൻസിയുടെ മജ്ബൂസ് ജിൻസി കഴിക്കുന്നു, ഞാൻ എൻ്റെ ഫുഡും കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഒരു അടുത്ത വീഡിയോ കാണാം. ബൈ.